എക്കോ. എക്കോ മൂവി ഡയറക്റ്റഡ് ബൈ ഡിഞ്ചിത് അയ്യന്താൻ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ബൈ ബാഹുൽ രമേശ്. സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോരോ സൗണ്ട് അടിപൊളിയായിരുന്നത്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. അഭിനയിച്ചിരിക്കുന്നത് സന്ദീപ്, പിന്നെ നരയനുണ്ട്, അശോകനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ മറ്റേ ബിനു പപ്പുണ്ട്, അവരൊക്കെയുണ്ട്. സീൻ പടം ഇത്രയും മലയാള സിനിമ അറ്റ് ഇറ്റ്സ് പീക്ക്, അങ്ങേറ്റം ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഫിലിം മേക്കിംഗ്. എന്താ പറയണേ, പൊളി സാധനം, പൊളി. ഓരോ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയത് അങ്ങേയറ്റം ഹൈ മൊമെൻ്റത്തിൽ ഇറങ്ങി വന്നേ. കിടില സാധനം. എന്താ പറയണേ, തിയേറ്ററിൽ ഉണ്ടെന്ന ഓഡിയൻസ് ഒന്നും അവർക്ക് കഥ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കഥ മനസ്സിലാകത്തോണ്ടാണ് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് കിട്ടിയ ആ സാധനം അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം കിടിലം പടം. എല്ലാ ഡോട്ട്സിനും കണക്ട് ചെയ്ത് മിസ്റ്ററി ത്രില്ലർ, മലയാളത്തിലെ ബെസ്റ്റ് സസ്പെൻസ് മിസ്റ്റർ ത്രില്ലർ എവർ, അങ്ങനെ തന്നെ പറയാം. പൊളി മലയാള സിനിമ വേറെ ലെവലെത്തി, അങ്ങേറ്റം പൊളി സാധനം. പൊളി സീൻ, ഓരോ ഷോട്ടും ഫ്രെയിം ബൈ ഫ്രെയിം കണ്ട് അടിപൊളി. ഓരോ ഫ്രെയിമും കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു വരും. അങ്ങനത്തെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കാണ് ശരിക്കും അത് മനസ്സിലാവും. ഓരോ ഷോട്ട് ഫുള്ള് കാടാണ്. കാട്, മഞ്ഞ്, കാറ്റ് എല്ലാം നമുക്ക് അത് വിഷ്ണു ഗോവിന്ദിൻ്റെ മിക്സ് ചെയ്തേക്കണേ. ഏതാ ലെവൽ സീൻസാണ്. ഒറിജിനൽ സ്കോർ ചെയ്തേക്കുന്നത് മുജീബ് മജീദ്. എൻ്റെ പൊന്നെ, എന്താ കിഷ്കിന്ധകാണ്ഡം. അപ്പം 3 ട്രയോളജി എന്നല്ലേ പറഞ്ഞത്, ട്രയോളജിയാണ്. ഏതാ 3 സിനിമ, കിഷ്കിന്ധകാണ്ഡവും, കേരള ക്രൈം ഫയൽസ്, പിന്നെ ഇപ്പോൾ ഈ സിനിമ എക്കോയും. ഇത് 3 എന്താ ഒരാൾ ചെയ്തേക്കണം പടം. അപ്പോൾ ഇതിൻ്റെ ഈ ആനിമൽ ട്രയോളജിയിലും കിഷ്കിന്ധകാണ്ഡത്തിലായിരുന്നു ആരാ ഉണ്ടായിരുന്നത്, കിഷ്കിന്ധകാണ്ഡത്തിൽ കുരങ്ങന്മാരെ വെച്ചിട്ടാണ് പറഞ്ഞു വന്നത്. കേരള ക്രൈം ഫയൽസിൽ എന്തായിരുന്നു, സീസൺ 2 അതും പട്ടികളായിരുന്നു. ഇവിടെയും പട്ടികളാണ്. പട്ടികൾ അഭിനയിക്കുക ഇങ്ങനെ പറഞ്ഞു. ഓരോ കുരയ്ക്കുന്ന സീൻ, പല സ്ഥലത്തിന് കുറയ്ക്കുന്ന സീൻ എടുത്തു കാണിക്കും. ക്ലോസപ്പായിട്ട് ഇങ്ങനെ പട്ടിയുടെ അടുത്ത് വെച്ച് ഷോട്ടൊക്കെ കാണിക്കും. പട്ടി കുറയ്ക്കുമ്പോൾ എന്താ നമുക്കത് ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ ഫീലിങ്ങാണ്. അങ്ങേറ്റ സാധനം. പട്ടി മെയിൻ ക്യാരക്ടറാണ്. ഡോഗ്സ്, ഈ സിനിമയിൽ ഡോഗ്സിന് നല്ല റോളുണ്ട്, അങ്ങേറ്റ റോളുണ്ട്. ഏതാ ഒരു മലേഷ്യക്കാരി, ഒരു കുഞ്ഞു പെങ്കച്ചുകൊണ്ട് ഒരു ചേച്ചിയുണ്ട്, മലേഷ്യക്കാരി മുത്തശ്ശി പോലെ. അതിന് മലയാള സൗണ്ടാണ് കൊടുത്തേക്കണം. മലേഷ്യ സംസാരിക്കുന്നുണ്ട്. അടിയിൽ സബ്ബൊക്കെ കാണിക്കും നേരം. അതും അതിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നത് ഒരു 20 വയസ്സ് 25 വയസ്സിൻ്റെ ഒക്കെ കുട്ടിക്കാലം കാണിക്കുന്ന 2 പേര്. അവരൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് പൊളി. സന്ദീപൊക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ റോൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പടം നമ്മൾ ഫുള്ള് കാടാണ്. കാട്ടിക്കൂടെ കാട്ടിലേക്ക് ആയുമ്പോൾ ഒരാൾ തപ്പി വരുന്നു. അത് വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അത് എന്നിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവൻ ആരാ, എന്താ, ഫുള്ള് ഒന്നും നമുക്ക് മനസ്സിലാവും. തുടക്കത്തിൽ പതിയെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വരുന്ന കുറച്ച് മനസ്സിലും എന്താ അതൊക്കെ തെറ്റായിരുന്നു മനസ്സിലാവും. ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എന്ന് വെച്ചാൽ ചുമ്മാ പറന്നു പോണ ഫൈറ്റൊന്നുമല്ല, പറന്നു പോണതല്ല. നല്ല നാച്ചുറൽ ഫൈറ്റാണ്. നല്ല പക്ക അടിക്കടി ഇടുക്കി അങ്ങേറ്റം അതുപോലത്തെ ഫൈറ്റാണ്. ഇടി കൊള്ളുന്ന പോലെ എന്ന് വെച്ചാൽ അധികം അതിൻ്റെ എടുത്തേക്കുന്ന രീതിയൊന്നുമല്ല. ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റ്. നമ്മളിപ്പോൾ 2 പേരും തമ്മിൽ അടികൂടി അങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഫൈറ്റ്. അത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു അടുത്ത സീനുണ്ട്. ആ സീനിലാണ് സിനിമയുടെ അങ്ങേയറ്റം കിടക്കുന്ന സാധനം. എടാ, ഇത് കാണാത്തവർ കാണണം. പടം കാണണം. കിടിലം പടം. ഈ ഞാൻ ഇത്രയും ആ ക്ലൈമാക്സിന് അത്രയും എൻജോയ് ചെയ്ത ഒരു സിനിമ ഏതാ, KGF ചാപ്റ്റർ 2 കഴിഞ്ഞ് ഞാൻ വന്നേക്കണം. ഇത് മാത്രം. KGF ചാപ്റ്റർ 2 കഴിഞ്ഞിട്ട് ഞാൻ അത്രയും അടിപൊളിയായിട്ട്, അത്രയും രോമാഞ്ചം വന്ന്, അത്രയും ഞാൻ കണ്ട തിയേറ്ററിൽ ഒരുത്തനും ഒരു ഒച്ചയില്ല, ഒരു ബഹളവും ഇല്ല. അവന്മാരൊക്കെ പൊട്ടന്മാരാണ്, എനിക്കറിയാൻ മേലെ. ഞാൻ എണിച്ചെന്ന് കൈയടിച്ചു. ഒരുത്തനും കഥ മനസ്സിലാവാത്തതുകൊണ്ടാണോ
അല്ലാതെ ഒരു കഥ മനസ്സിലായ ഒരാൾക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ സാധനം ചെയ്ത് വെച്ചേക്കണേ, അതുപോലെ സാധനം ചെയ്ത് വെച്ചേക്കണേ. പൊളി പൊളി സാധനം, പൊളിപ്പടം. അതാണ് ആദ്യം കാണാൻ പറ്റില്ല. ഞങ്ങൾ വിലായത്ത് പുതയപ്പോൾ കണ്ടേ. അതൊക്കെ അതിനെയൊക്കെ ഒന്ന് അതെന്ത് പടമായിരുന്നു. അതൊക്കെ പോട്ടെ. എക്കോ പക്ഷെ എന്തുകൊണ്ട് എന്ത് രീതിക്ക് എക്കോ എന്ന് പേര് വന്നെങ്കിൽ മനസ്സിലായിട്ടില്ല. എക്കോ എന്ന് പേര് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ എക്കോ എന്താ ഇൻഫിനിറ്റ് ക്രോണിക്സ് ഓഫ് കുര്യച്ചൻ്റെ എന്തോ കുര്യച്ചൻ്റെ കാര്യം ഓടാ നമുക്ക് ലാസ്റ്റിൽ കാര്യം മനസ്സിലാകുമ്പോൾ എനിക്ക് അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അങ്ങനത്തെ സാധനമാണ്. അടിപൊളി പടം, കിണ്ണം പടം. പോയി കാണാൻ പറ്റുന്നവർക്കൊക്കെ പോയി കാണണം. അടിപൊളി സാധനം, സൂപ്പർ പടം. ഇതാണ് എൻ്റെ റിവ്യൂ. ഓക്കെ, ബൈ.